കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ 24-ന്. സെക്യൂരിറ്റി ജീവനക്കാരനെ 2 പേർ ചേർന്ന് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളുണ്ട്, കാണാം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ്? ഇവരെയൊക്കെ പിടികൂടിയോ? വിശദാംശങ്ങൾ. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെയാണ് മർദ്ദിച്ചത്. 2 പേർ സെക്യൂരിറ്റി ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനെ 2 പേർ എത്തി മർദ്ദിക്കുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായുണ്ട്. നിഖിൽ, വിശദാംശങ്ങൾ. മറ്റു ചിലർ ചേർന്ന് ഈ പ്രതികളെ പിടിച്ചുകൊണ്ടു പോകുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. നിഖിൽ, പറയൂ. അനുജ, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ആശുപത്രിയിലേക്ക് അവിടുത്തെ കൂട്ടിയിരിപ്പുകാരായി എത്തിയ 2 പേരാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇദ്ദേഹം ഈ ആശുപത്രിയുടെ മുന്നിൽ, അത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയാണ്, അതിന്റെ മുന്നിൽ ഇരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ഇവർ വന്നിരിക്കുന്നു. അപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ 2 പേർ, അതായത് ഈ കൂട്ടിരിപ്പുകാരായി വന്ന 2 പേർ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇവരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇദ്ദേഹത്തിന് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കൈക്ക് പൊട്ടലുണ്ടോ എന്ന് സംശയമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ആശുപത്രിയിൽ, നേരത്തെ താമരശ്ശേരി ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെ ഒരു അതിക്രമം നടന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഈ ആശുപത്രികളിലെല്ലാം തന്നെ CCTV ക്യാമറയും മറ്റും ശക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി ലഭിച്ചത്. ഇപ്പോൾ പോലീസിൽ സൂപ്രണ്ട് തന്നെ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുള്ളതും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.